എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൗണ്ട്ക്രാഫ്റ്റിൻ്റെ ഏറ്റവും ചെറിയ ഡിജിറ്റൽ മിക്സർ സീരീസായ UI സീരീസ് ഡിജിറ്റൽ മിക്സേഴ്സ് എങ്ങനെയാണ് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫേംവെയർ അപ്ഡേഷന് വേണ്ടി സൗണ്ട്ക്രാഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ക്രോം ബ്രൗസറോ ഫയർഫോക്സ് ബ്രൗസറോ ഉപയോഗിച്ച് നിങ്ങളുടെ സെർച്ച് ബാറിൽ നോർമൽ സെർച്ച് ചെയ്യുന്ന പോലെ soundcraft.com എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്തരം സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഫേംവെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ സൈറ്റിൽ നിന്ന് ലഭ്യമാണെങ്കിൽ അത്തരം സൈറ്റുകളിലുള്ള സോഫ്റ്റ്വെയർ നിങ്ങളുടെ ചിലപ്പോൾ സിസ്റ്റത്തിനെ തന്നെ കേടുവരുത്താം. അപ്പോൾ നമ്മുടെ സൈറ്റ് ലോഡായി കഴിഞ്ഞു. ലോഡായതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്നുള്ള ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ സെലക്ട് ചെയ്തതിന് ശേഷം മിക്സിംഗ് കൺസോൾസ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മുടെ UI സീരീസ് എന്ന് കാണാൻ സാധിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് UI 16 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഞാൻ UI 16 സെലക്ട് ചെയ്തു. നിങ്ങൾ UI 24R സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് UI 24Rൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനായി വരുന്നതാണ് തോന്നുന്നു പ്രൊഡക്റ്റ് എന്നുള്ള ആ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൻ്റെ. അപ്പോൾ നിങ്ങളിതിൽ UI സീരീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മോഡൽ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പേജ് മോഡൽ നമ്പർ സെലക്ഷനുള്ള പേജാണ്. അപ്പോൾ UI സീരീസിൽ ഞാനിവിടെ UI 16 നേരത്തെ പറഞ്ഞ പോലെ UI 16 ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ UI 16 എന്നുള്ളതിൽ ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ UI 16 എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പേജ് ലോഡാവുന്നതാണ്. ആ പേജിലാണ് നമ്മൾക്ക് വേണ്ട ഫേംവെയർ, പുതിയ ഫേംവെയർ ഉള്ളത്. അപ്പോൾ നമ്മുടെ പേജ് ലോഡായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്, പേജിൻ്റെ ഏറ്റവും ലാസ്റ്റിലോട്ട്. അപ്പോൾ നിങ്ങൾ സൈഡിൽ ഇതിൻ്റെ നാവിഗേറ്റ് ചെയ്യാനുള്ള ആ ഒരു ബാറിൽ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ അടിയിലോട്ട് വരിക. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഡെമോ ഒക്കെ ഉണ്ട്. ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡെമോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ അടിയിലോട്ട് വരുന്തോറും പേജ് ലോഡാവാൻ ചെറിയ സമയം എടുക്കേണ്ടതാണ്. നമ്മുടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറണ്ട് സോഫ്റ്റ്വെയർ 1.0.7548. ഇത് പ്രീവിയസ് സോഫ്റ്റ്വെയർ ആണ്. ഇത് 1.0.7048 ആണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ 1.0.7548 എന്നുള്ള പുതിയ സോഫ്റ്റ്വെയർ കാട്ടണം. അപ്പോൾ എന്നാലാണ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സക്സസ് ആയി എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ കറണ്ട് സോഫ്റ്റ്വെയർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു ഡൗൺലോഡ് പേജിലോട്ടാണ് നമ്മൾ എത്തുക. അപ്പോൾ ഈ ഡൗൺലോഡ് പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1.0.7548 53.3 MBയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ബഗ് ഫിക്സസ് ആണ് ഇതിൽ മെയിനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ ഡൗൺലോഡ് എന്നുള്ള ആ ഒരു ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ് ബ്രൗസറിലോട്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ആവുന്നതാണ്. ഇത് സിപ്പ് ഫയലായിട്ട് ZIP ഫയലായിട്ടാണ് ഡൗൺലോഡ് ആവുക. നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ നോക്കിയാൽ കാണാൻ സാധിക്കും UI അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മോഡൽ നമ്പർ സിപ്പ് ഫയലിലെ നെയിം. ഇത് നിങ്ങൾ ഒരു കാരണവശാലും ആൾട്ടർ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഈ നെയിം ഒരിക്കലും നിങ്ങൾ റീനെയിം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് സിപ്പ് ഫയലായി തന്നെ നിങ്ങൾ വെക്കുകയും വേണം. .zip എന്നുള്ള ഫയൽ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഒരു പെൻഡ്രൈവിലോട്ട് ഇത് കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ നമ്മുടെ സിസ്റ്റത്തിലോട്ടാണ് ഡൗൺലോഡ് ആവുന്നത്. 53.3 MBയുടെ ഈ സോഫ്റ്റ്വെയർ, പുതിയ ഫേംവെയർ. അപ്പോൾ അത് ഡൗൺലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അതിപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഡൗൺലോഡ്സിൽ നമ്മുടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി USB ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിൽ കയറ്റാനുള്ള USB ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ USB ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ FAT ഫോർമാറ്റിൽ ഡിഫോൾട്ടായിട്ട് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളായിട്ട് എൻ്റെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ USB. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോർമാറ്റ് ചെയ്തതിന് ശേഷം മാക്സിമം ഇത്തരം
ഒരു ഫേംവെയർ അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പാർട്ടാണ്. എന്നിട്ട് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫേംവെയർ വേർഷൻ 1.0.7548 എന്നുള്ള വെർഷൻ ഞാനിവിടെ കട്ട് ചെയ്താണ് അവിടെ പേസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന ഉദ്ദേശത്തിലാണ്. കോപ്പി ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. കോപ്പിയും ചെയ്യാം, നിങ്ങൾക്ക് കട്ടും ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് ഇനി നമുക്കിത് നമ്മുടെ USB-ലോട്ട് കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ USB, ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾ നല്ല വൈറസ് ഒന്നും ഇല്ലാത്തൊരു USB സെലക്ട് ചെയ്ത് അതിൽ കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫയൽ. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇത് ഈ സിപ്പ് ഫയൽ .zip എന്നുള്ള ഫയൽ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ അങ്ങനെ ലീവ് ചെയ്ത് അതിൽ തന്നെ വിട്ടോളൂ. നമ്മൾ ഇജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ സൗണ്ട്ക്രാഫ്റ്റിൻ്റെ മിക്സിംഗ് കൺസോളിൻ്റെ കൺട്രോളിംഗ് ഇൻ്റർഫേസ് എടുക്കാൻ പോണ്. അതിനായി ഞാൻ എൻ്റെ ബ്രൗസറിൽ ui.mixer.io എന്നുള്ള ആ ഒരു ലിങ്ക് ഞാൻ സെർച്ച് ചെയ്യാണ്. അതാണ് നമ്മുടെ UI സീരീസ് മിക്സറിലെ നമ്മുടെ ഒഫീഷ്യൽ, അതായത് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ലിങ്ക്. അപ്പോൾ ഈ മിക്സർ ഉപയോഗിക്കുന്നവർക്ക് ഇതെന്തായാലും അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. ui.mixer.io ഇത് മിക്സറിൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വെബ് അഡ്രസ്സ് സെർച്ച് ചെയ്യേണ്ടത്. ഈ ടൈം ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞു, അതായത് നമ്മുടെ ഡിജിറ്റൽ മിക്സർ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഇൻ്റർഫേസ് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. UI സീരീസ് മിക്സർ ബേസിക്കലി വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് കൺസോളാണ്. അത് റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻ്റർഫേസാണ്. ഞാനിവിടെ വലിയ സ്ക്രീനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ മൊബൈൽ ഡിവൈസാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ചെറിയ സ്ക്രീൻ സെലക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ പെൻഡ്രൈവ് നമ്മുടെ UI സീരീസ് മിക്സറിലെ പ്ലേ എന്നുള്ള ആ ഒരു USB പോർട്ടിലാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിംഗ് ഇൻ്റർഫേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ നമ്മൾ USB ഇൻസേർട്ട് ചെയ്ത് ഒരു 10 സെക്കൻഡിനുള്ളിൽ ഇങ്ങനൊരു ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനൊരു ഡയലോഗ് ബോക്സ്, അതായത് ഒരു ഫേംവെയർ ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യണോ. അപ്പോൾ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേംവെയർ അപ്ഡേറ്റിംഗ് ഫേംവെയർ എന്നുള്ളൊരു ഡയലോഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സിസ്റ്റം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈം മാക്സിമം നിങ്ങൾ പവർ സപ്ലൈ കട്ട് ചെയ്യാതെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് സക്സസ് ആയി. ഇനി ഒരു 10 സെക്കൻഡ് നമുക്ക് മിക്സർ ഓഫാക്കി വെച്ചതിന് ശേഷം മിക്സർ ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സർ ഒരു 10 സെക്കൻഡ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ മിക്സർ ഓഫ് ചെയ്തപ്പോഴാണ് നിങ്ങൾ ഇത് കാണുന്നത് കണക്റ്റിംഗ് എന്നുള്ളൊരു ഡയലോഗ്, അതായത് മിക്സറിൻ്റെ ഓഫ്ലൈനായി ഇതിൻ്റെ കണക്ഷൻ. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഓണാക്കണം. അതായത് 10 സെക്കൻഡിന് ശേഷമാണ് നിങ്ങളിത് ഓണാക്കേണ്ടത്. അപ്പോൾ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചതിൻ്റെ ഇൻ്റർഫേസിലോട്ട് കയറുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മിക്സർ ഓണാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് റീലോഡ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ റീലോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ആ പേജ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേജ് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, എന്നാലും നോ ഇൻ്റർനെറ്റ് കണക്ഷൻ. നമ്മുടെ പേജ് ലോഡായി കഴിഞ്ഞു. അപ്പോൾ പേജ് ലോഡായപ്പോൾ നമുക്ക് ഫേംവെയർ ചെയ്തത് സക്സസ് ആണോ എന്ന് അറിയാൻ വേണ്ടി സെറ്റിങ്സിൽ എബൌട്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേംവെയർ എന്നുള്ളൊരു ചെറിയൊരു നെയിം ടാഗ് കാണാം. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഫേംവെയർ എന്താണ്, നമ്മൾ 1.0.70 ആയിരുന്നു നമ്മുടെ പണ്ടത്തെ ഫേംവെയർ. എന്നാൽ ഇപ്പോഴത്തെ ഫേംവെയർ അത് അപ്ഡേറ്റ് ആയതിനു ശേഷം 1.0.7548 എന്ന് പറഞ്ഞ ഫേംവെയറിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു.
അപ്പോൾ ഈ ഫേംവെയറിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഗ് ഫിക്സസ് ആണ് മെയിനായിട്ട്. അതായത് ചില കണക്ഷൻ ഇഷ്യൂസൊക്കെ സൗണ്ട് ക്രാഫ്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഫേംവെയറിൽ സൗണ്ട് ക്രാഫ്റ്റ് അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.